അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകും വരെ തല മറക്കില്ലെന്ന സൂര്യവംശി ക്ഷത്രിയരുടെ 500 വർഷത്തെ പ്രതിജ്ഞ അവസാനിക്കുന്നു. ക്ഷേത്രം പുനർനിർമ്മിച്ചതോടെ സൂര്യവംശികൾ 5 നൂറ്റാണ്ടിന് ശേഷം തലപ്പാവും തുകൽ ചെരുപ്പും അണിഞ്ഞു. 1528 ബാബറുടെ സൈന്യം അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കുന്നത്. സൂര്യവംശ വിഭാഗക്കാർ അന്നെടുത്ത പ്രതിജ്ഞയുടെ കാലം ഇവിടെ അവസാനിക്കുന്നു. അയോധ്യ നഗരത്തിന് ചുറ്റുമുള്ള 112 ഗ്രാമങ്ങളിലെ സൂര്യവംശി ക്ഷത്രിയ കുടുംബങ്ങളാണ് പൂർവികരുടെ ഭീഷ്മ പ്രതിജ്ഞയുടെ പൂർത്തീകരണത്തിന് 500 വർഷം കാത്തിരുന്നത്. ബാബറുടെ സൈന്യം രാമക്ഷേത്രം ആക്രമിക്കുമ്പോൾ ചെറുത്തുനിൽപ്പിനെത്തിയത് ഗജസിംഗിന്റെ നേതൃത്വത്തിലുള്ള സൂര്യവംശി ക്ഷത്രിയരാണ്. രാമമന്ദിരം തകർത്തതോടെ ഗജസിംഗ് പ്രതിജ്ഞയെടുത്തു. ജന്മഭൂമി തിരിച്ചുപിടിക്കും വരെ തലപ്പാവണിയില്ല, തുകൽ ചെരുപ്പ് ധരിക്കില്ല, കുട ചൂടില്ല. 5 നൂറ്റാണ്ടിനിപ്പുറം സൂര്യവംശാധിപൻ ശ്രീരാമന്റെ ജന്മസ്ഥാനത്ത് മഹാക്ഷേത്രമുയരുമ്പോൾ സൂര്യവംശികൾ തലപ്പാവണിയുന്നു. ഭഗവാൻ രാം കാ മന്ദിർ तो बन गया है, अब केवल प्राण प्रतिष्ठा होनी बाकी है. भगवान राम जो है केवल अपने टाट से ठाठ में केवल जाना है, घर तो मकान उनका बन गया है. बिल्कुल खुश हैं जो हमारे भगवान अब अपने घर में स्थापित होने जा रहे हैं. जो हमारे पूर्वजों की जो प्रतिज्ञा थी वो पूरी हुई. उसके बाद 22 तारीख को हम लोग दिन में होली मनाएंगे, रात को दीपक उत्सव करेंगे. दीपावली ज्यादा. രാമക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനായി സൂര്യവംശികൾ എല്ലാ ദിവസവും ഭവനങ്ങളിൽ സുന്ദരകാന്ഡം പാരായണം ചെയ്തിരുന്നു. സൂരജ് കുണ്ടിലെ സൂര്യക്ഷേത്രത്തിൽ പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് വീണ്ടും തലപ്പാവും തുകൽ ചെരുപ്പും അണിഞ്ഞത്. അയോധ്യയ്ക്ക് വേണ്ടി നടന്ന ഐതിഹാസികമായ പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് സൂര്യവംശ വിഭാഗക്കാർ. തങ്ങളുടെ അഭിമാനത്തിന്റെ അടയാളമായ തലപ്പാവും തൂകൽ ചെരുപ്പും 5 പതിറ്റാണ്ട് ഉപേക്ഷിച്ച ഈ സമൂഹം ചരിത്രത്തിന്റെ ഭാഗമാണ്. സൂരജ് കുണ്ടിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം.